റബ്ബിന്റെ മഹത്തായ അനുഗ്രഹം പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചും ഒരു വേള ശിക്ഷയായി മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചും വിശുദ്ധ ഖുർആന്റെയും പ്രവാചക സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ചെറിയൊരു വിശദീകരണമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. വെള്ളം എന്നത് ജീവിതത്തിന് അനിവാര്യമാണ്. സൃഷ്ടിപ്പിന്റെ വിധാനം തന്നെ വെള്ളമാണ്. ജീവന്റെ ഉറവിടം വെള്ളം തന്നെ. സൂറത്ത് അംബിയായിലെ 30-ാമത്തെ വചനം, അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽ അർളി കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. അതിന്റെ ആദ്യഘട്ടം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. ചിന്തനീയമാണ്. പൊട്ടിപ്പിടിച്ചതായിരുന്നു. നാം അതിനെ വേർപെടുത്തി. അതിന്റെ അവസാന ഭാഗം വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്, ജീവനുള്ള സകലതിനെയും മായിൽ നിന്നും നാം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു, വെള്ളത്തിൽ നിന്നും. അവർ വിശ്വസിക്കുന്നില്ലേ എന്ന ചോദ്യമാണ്. നിസ്സാരമായ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ജീവന്റെ ഉത്ഭവം വെള്ളം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വെള്ളം നൽകിയതിനെ കുറിച്ച് ചിന്തിക്കുവാൻ അള്ളാഹു തുടരെ നമ്മോട് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട്. സൂറത്തു അബസ നമുക്കറിയാവുന്ന ഒരു അധ്യായമാണ്. അതിൽ അള്ളാഹു വെള്ളം എങ്ങനെ ചൊരിഞ്ഞു എന്നതിനെ കുറിച്ചും നമ്മുടെ ബുദ്ധിയെ തട്ടിയുണർത്തുന്ന ചില ചോദ്യങ്ങൾ. മനുഷ്യ നീ എന്റെ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുന്നില്ലേ? നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ കുറിച്ച്, പച്ചക്കറികളെ കുറിച്ചും ഭക്ഷണത്തെ കുറിച്ച്, നാൽക്കാലികളെ കുറിച്ചൊക്കെ ചിന്തിക്കാം. അതിനെയൊക്കെ അള്ളാഹു സസ്യങ്ങളിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് അള്ളാഹു ജീവൻ നൽകിയത്. അത് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ, ആ സസ്യം ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള വെള്ളം അള്ളാഹു നൽകിയതിനെ കുറിച്ച് ഏതൊരു രൂപത്തിലാണ് നാം വെള്ളത്തെ ചൊരിഞ്ഞത് എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? അതിന് വിശദീകരണം വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു സഹോദരന്മാരെ. സലഫി പണ്ഡിതന്മാരും മുഫസ്സിറുകളും വിശദീകരിക്കുന്നത് അൻസലല്ലാഹുൽ മാഅ ഖത്റതൻ ഖത്റതൻ ലാ യംതസിജു ഖത്റതുൻ ബിഖത്റത്തിൻ ഉഖ്റ. തുള്ളി തുള്ളിയായി, ചെറു തുള്ളികളായി വാനലോകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് വെള്ളത്തെ ഇറക്കിയിരിക്കുന്നു. ആ തുള്ളികൾ പരസ്പരം ഇടകലർന്ന് നൂലുപോലെയാകുന്നില്ല. ആവശ്യാനുസരണം, ആവശ്യമുള്ള തോതിൽ, ആവശ്യമുള്ള കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ സുമ്മ ശഖഖ്നൽ അർള, ഭൂമിയെ നാം പിളർത്തിയിരിക്കുന്നു. ശഖ, ഒരു പിളർത്തൽ അല്ലെ? ചെറിയ മുത്തൊക്കെ ഉയർന്നു വരുമ്പോ പാറ പോലെ ഉറച്ചിരുന്ന ഭൂമി വിണ്ടു കീറിയിട്ട് അതിനെ ശഖ. ഫലക്കിന്റെ വ്യാഖ്യാനം കൂടി പഠിക്കുമ്പോ പുലരി എന്നതിന് മാത്രമല്ല ഫലക്കിന് അർത്ഥമുള്ളത്, പിളർത്തുന്നത് എന്നർത്ഥമുണ്ട്. ഫാലിഖുൽ ഹബ്ബി വൻ നവാ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ധാന്യത്തെ പിളർത്തുന്നവൻ, കട്ടിയുള്ള പുളിങ്കുരുവിനെ, അതിനേക്കാൾ കട്ടിയുള്ള പല വിത്തുകളും നമുക്കറിയാം, അതിനെ പിളർത്തുന്ന സുബ്ഹാനഹു വ തആല. 2-3 ദിവസം വെള്ളത്തിൽ, ആ മഴയത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഈർപ്പമുള്ള മണ്ണ് കിടന്നാൽ മതി. അത്ഭുതമാണ്, ചിന്തിക്കുന്നില്ല നമ്മൾ. എന്നിട്ടാണ് റബ്ബിനെ നിശ്ചയിക്കുന്നത് അല്ലേ? ശരി. അപ്പൊ ഈ ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം സൂറത്തുൽ മുഅ്മിനൂനിലെ 18-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കൻനാഹു ഫിൽ അർള്. ആകാശത്ത് നിന്നും വെള്ളത്തെ നാം ഇറക്കിയിരിക്കുന്നു. അത് ഓരോ പ്രയോഗവും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പറയും ഭൂമി നീരാവിയായിട്ട് ഉയർന്നാ പോകുന്നു, ശരിയാണ്. എന്നാൽ ഒരു വർഷം ഭൂമിയിൽ നിന്നും ഉയർന്നു പോകുന്ന ജലം മാത്രമാണോ ആ ഒരു അടുത്ത വർഷം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്? അല്ല.
അപ്പൊ മിനസ്സമായി എന്ന് പറഞ്ഞതിൽ കുറെ ചിന്തിക്കാനുണ്ട്. ആകാശ ലോകത്ത് ജലസ്രോതസ്സുകൾ ധാരാളമാണ്. അത് നമ്മുടെ സങ്കല്പങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും ഒക്കെ അതീതമാണ്. ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്, മിനസ്സമായി എന്ന് തന്നെയാണ് പല സന്ദർഭത്തിലും പറയുന്നുണ്ട്. മിനസ്സമായി. അപ്പൊ അവിടെ വേറെ ധാരാളം ഉണ്ട്. എന്നിട്ടോ ബിഖദരിൻ, തോതനുസരിച്ച് അല്ലാഹു ഇറക്കുന്നു എന്നാണ്. നമ്മളിത് അനുഭവിക്കുന്നു, മഴ വരുമ്പോൾ കയറി നിൽക്കുന്നു, കുട ഉപയോഗിക്കുന്നു. ചില ആളുകൾ വിവരദോഷികൾ മഴയെ ശപിക്കുന്നു, അങ്ങനെ പലതും നടക്കും. അള്ളാഹുവിന്റെ റഹ്മത്താണ്. ബിഖദരിൻ, തോതനുസരിച്ച്. എന്നിട്ടോ ഭൂമിയിൽ അതിനെ നാം സന്നിവേശിപ്പിച്ചിരിക്കുന്നു. അസ്കന, താമസിപ്പിച്ചിരിക്കുന്നു. ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? എന്തുകൊണ്ടാണ് നമുക്ക് വേനൽക്കാലത്ത് വെള്ളം കിട്ടുന്നത്? കിണറിലും കുഴൽക്കിണറിലും പുഴയിലൊക്കെ അള്ളാഹ് നമുക്ക് വേണ്ടി നിക്ഷേപിക്കുകയാണ്. റബ്ബിന്റെ കാരുണ്യം അപാരമാണ്. സൂറത്തുൽ ഫാത്തിറിൽ കാണാം, ഭൂമിയിൽ ഉറവ് കേന്ദ്രങ്ങൾ സംവിധാനിച്ചിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഭൂമിശാസ്ത്രപരമായി കൂടുതൽ പഠിച്ച ആളുകളെ സംസാരിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കിണർ കുഴിക്കാൻ സ്ഥാനം കണ്ടെത്തുന്ന സമയത്തൊക്കെ അവർ പല പഠനങ്ങളും, അല്ലെ, ഭൂമിക്കടിയിലൂടെ അള്ളാഹു സംവിധാനിച്ച പല സംവിധാനങ്ങൾ. എന്നിട്ടോ അള്ളാഹ് പറയാണ്, അത് ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ളവനാണ് നാം. അപ്പൊ നമ്മൾ അനുഗ്രഹിച്ചു, ഓരോ അനുഗ്രഹവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ വില അറിയില്ല. കണ്ണ് നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു സുപ്രഭാതത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടു. പലപ്പോഴും നമ്മൾ അന്ധന്മാരെ കാണില്ലേ, വടി ഇങ്ങനെ കുത്തിപ്പിടിച്ച് കൈ വശം കുറെ നേരം നോക്കി സഹോദരൻ ഇങ്ങനെ, അല്ലെ, ബസ് സ്റ്റാൻഡിൽ. എന്തൊരു വിഷമമാണ് അദ്ദേഹത്തിന്. പക്ഷേ അള്ളാഹു എന്തൊരു കഴിവ് അവര് കൊടുത്തിട്ടുണ്ട്. അവർക്ക് നമ്മുടെ കണ്ണിന്റെ കാഴ്ച അവർ നഷ്ടപ്പെട്ടാലായിരിക്കും അതിന്റെ വില അറിയുന്നത്. ഉറപ്പാണ്. ഒന്ന് നിന്ന് നിസ്കരിക്കുന്നവരൊന്ന് ഇരുന്ന് നിസ്കരിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെ? അപ്പൊ ഈ ഒരു മഴയാകുന്ന അനുഗ്രഹം അത് റബ്ബിന്റെ മഹാകാരുണ്യമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടണം, നമ്മൾ മനസ്സിലേക്ക് ഉറപ്പിക്കണം. അപ്പൊ എന്തിനാണ് അള്ളാഹു ഇങ്ങനെ നമ്മൾ വെള്ളം തരുന്നത്? ആ അള്ളാഹുവിനെ കീഴൊതുങ്ങി ജീവിക്കാൻ വേണ്ടിയാണ്. അല്ലാത്തൊരു അത്ഭുതമാണ് പഠിച്ച് പറഞ്ഞു കൊടുക്കാനല്ല. നമ്മുടെ സൂറത്തുൽ ബഖറയിലെ 24-ാമത്തെ വചനം, ജനങ്ങളെ വിളിച്ചുകൊണ്ട് ജനങ്ങളെ ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഖുർആൻ തുറന്നാൽ ആദ്യം കാണുന്ന വലിയൊരു ആയത്താണ്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകുമുൽ ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅലകുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയുന്ന കാരണം എന്താണ്? റബ്ബിനെ മാത്രം ആരാധിക്കാനുള്ള കാരണങ്ങളിൽ ഒരു പ്രധാന കാരണം വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖറജ ബിഹി മിനത് തവറാതി റിസ്ഖൻ ലക്കും. ആകാശത്തിന്റെ വെള്ളം തന്നില്ലേ നിങ്ങൾക്ക്, അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കണം കേട്ടോ. നിങ്ങൾക്ക് ആ ഭൂമിയിൽ നിന്ന് റിസ്ക്കായിക്കൊണ്ട് ഉപജീവനമായിക്കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു സമറാത്ത് കായ്കനികൾ തന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കണം കേട്ടോ. അതുകൊണ്ട് ഫലാതജഅലുലില്ലാഹി അൻദാദ, ആ പടച്ച റബ്ബിനെ നിങ്ങൾ പകരക്കാരെ വെക്കരുത് കേട്ടോ, അറിഞ്ഞുകൊണ്ട് ചെയ്യരുത് എന്നുള്ള പറയാം. ആ അള്ളാഹിനെ മാത്രം ആരാധനകളും നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും എല്ലാം ആ റബ്ബിന്റെ മുന്നിൽ എന്നാണ് ഇബാദത്തിന്റെ വ്യാഖ്യാനം. എന്താണ്? പ്രാർത്ഥനയുടെയും വിനയത്തിന്റെയും ആരാധനയുടെയും പാരമ്യതയുണ്ടല്ലോ, അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അവരിലേക്ക് എത്തിക്കുവാൻ ഒരാളുമില്ല. അവരിലേക്ക് നേരിട്ടാണ് നമ്മൾ അടുക്കേണ്ടത്. സഹോദരന്മാരെ, ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിർവഹിക്കേണ്ടത് ഒരിക്കലും അതിനെ ശപിക്കരുത്. ചില ആളുകൾ വല്ലാത്തൊരു മഴ നിങ്ങൾ കൊണ്ടെടുത്തില്ലല്ലോ, ശപിക്കാൻ പാടില്ല. എന്തൊരു കോളായിപ്പോയി പറയാൻ പാടില്ല. അത് ഇന്ന ബാബായതുകൊണ്ടാട്ടോ, ഇന്ന ഞാറ്റുവേര കൊണ്ട് പറയാൻ പാടില്ല. ശപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ കാലത്തെ പഠിക്കരുത്, ഞാനാണ് അള്ളയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നതാണ്. മനസ്സിലല്ലേ? ഇന്ന ഞാറ്റുവേലയാൽ എന്ന് പറയാൻ പാടില്ല. റബ്ബിന്റെ ഔദാര്യത്താലും കാരുണ്യത്താലുമായി ലഭിച്ചു എന്ന് മാത്രമാണ് പറയാൻ പാടുന്ന. ഇന്ന ബാബു കൊണ്ടൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ കുഫറിലേക്ക് എത്തുന്നതാണ് ഹദീസിൽ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് മഴ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്നറിയോ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴയാക്കണമേ. പ്രാർത്ഥിക്കാം, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം.
മഴ വർദ്ധിക്കും. മഴ വല്ലാതെ വർദ്ധിച്ചാൽ പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഹവാലൈന, അല്ലാഹുവേ ഞങ്ങളുടെ ചുറ്റുവട്ടത്തേക്കും, വലാ അലൈന, ഞങ്ങളുടെ മേൽ ശിക്ഷയായിട്ടല്ല, അല്ലാഹുമ്മ അലൽ ആഖാബി വൽയിറാബി വബുതൂനിൽ ഔദിയ വമനാബിതിശ് ശജർ, അല്ലാഹുവേ അലൽ ആഖാബി വൽയിറാബ്, കുന്നിൻ മുകളിലേക്ക് തിരിച്ചുവിടണമേ, വബുതൂനിൽ ഔദിയ, താഴ്വരകളിലെ ഉള്ളറകളിലേക്ക് നീ മഴയെ വർഷിപ്പിക്കണമേ, വമനാബിതിശ് ശജർ, വൃക്ഷങ്ങളുടെ വേരുകളിലേക്ക് നീ മഴ നൽകണമേ എന്ന് നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. ഇതാണ് നമുക്ക് ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്. ഇനി ഈ മഴ റഹ്മത്തുമാണ്, ഒരു വേള അത് റബ്ബിന്റെ ഗളബുമായിരിക്കും, ശിക്ഷയുമായി മാറും. റഹ്മത്ത് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഖുർആൻ ഉപയോഗിച്ചത് മഴ എന്നതിനെ കുറിച്ച് രണ്ട് പ്രയോഗം, ഒന്ന് വൈസ് എന്ന പ്രയോഗം, മറ്റൊന്ന് മത്വർ എന്ന പ്രയോഗം. റഹ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് വൈസ് വ മത്വർ. വൈസ് എന്ന് പറഞ്ഞാൽ മഴ അല്ല, വൈസിന് വേറെ അർത്ഥമാണ്. ഗൗസ് ഗൈസ് എന്നൊക്കെ പറഞ്ഞാൽ സഹായം എന്നർത്ഥം. അള്ളാഹുവിന്റെ സഹായമാണ് മഴ, അത് റഹ്മത്തായിക്കൊണ്ട് ഖുർആൻ ഉപയോഗിച്ചതാണ്. മത്വർ എന്ന പ്രയോഗവും അള്ളാഹിന്റെ കാരുണ്യമായിട്ടാണ്, മാഉൻ എന്ന പ്രയോഗവും അള്ളാഹുവിന്റെ കാരുണ്യമായി കൊണ്ടാണ് ഉപയോഗിച്ചത്. അള്ളാഹു വൈസിനെ വെള്ളത്തെ ഇറക്കി തന്നിരിക്കുന്നു, മഴയെ. ഗർഭാശയമുള്ളത് എന്താണെന്നും അള്ളാഹുവിന് അറിയാമെന്ന പ്രയോഗം വൈസ് എന്ന പ്രയോഗം മഴയെ കുറിച്ച്. നേരത്തെ നമ്മൾ പഠിച്ചു തോതനുസരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അള്ളാന്റെ റഹ്മത്തായിക്കൊണ്ടാണ്. എന്നാൽ മത്തുറുൻ എന്ന് പറഞ്ഞാൽ മഴ എന്നർത്ഥമുണ്ട്, അത് ശിക്ഷയായി കൊണ്ടുവന്ന മഴയെ കുറിച്ചാണ് ഹദീസുകളിൽ മത്തർ എന്ന് പ്രയോഗിക്കപ്പെട്ടത്. അതേതാണ്? അവരുടെ മേൽ നാം മഴയെ വർഷിപ്പിച്ചു. താക്കീത് നൽകപ്പെട്ടവരുടെ മേൽ അയക്കപ്പെട്ട മഴ എത്ര മോശമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, ഓരോ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കി അതിൽ നന്ദി കാണിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുവാൻ, രക്ഷപ്പെടാൻ എന്താണോ ചെയ്യേണ്ടത് അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ധന്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ അലാ കുല്ലി ഹാൽ വസല്ലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أيها الإخوان والأخوات أوصيكم عباد الله ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമായ മഴയെക്കുറിച്ചാണ്. അത് ആ വെള്ളം അള്ളാഹു ജീവന്റെ ഉത്ഭവമാക്കി നമുക്ക് തന്നിരിക്കുന്നു. അത് റബ്ബിന്റെ കാരുണ്യമാണ്. അതിന് നമ്മൾ ഓരോ നിമിഷവും റബ്ബിനോട് നന്ദിയുള്ളവരായി തീരേണ്ടതും അനിവാര്യമാണ്. പലപ്പോഴും അത് ശിക്ഷയായി മാറും. ശിക്ഷയായി മാറിയ ചില സമുദായങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമുക്കറിയാം, സൂറത്തു ബഖറ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഉദാഹരണതാണ്, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ ഫിർഔനെയും കൂട്ടരെയും നാം മുക്കിക്കൊന്നില്ലേ എന്നാണ്. അത് വെള്ളത്തിലൂടെ അള്ളാഹു ഇങ്ങനെ, അതായത് പിന്നെ ഫിർഔൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലെ, ബനി ഇസ്രാഈൽ അൽ ബഹ്റ, ബനി ഇസ്രാഈലിനെ അള്ളാഹു കടൽ കടത്തുകയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും സഹാബത്തും റബ്ബിന്റെ കൽപ്പന പ്രകാരം കടൽ കടന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇത് കണ്ടപ്പോ ഫിർഔൻ പിന്നാലെ പോരാണ്. അപ്പൊ അവിടെ ചില സഹാബികൾ ചോദിച്ചു പോകുന്നുണ്ട്, ഇന്നാലെ മുതലപ്പോൾ നമ്മളിപ്പോ പിടിക്കപ്പെടല്ലോ. പക്ഷെ റബ്ബ് എന്ത് ചെയ്തു? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും കൂട്ടരെയും മറുകരയിലേക്ക് എത്തിക്കുകയും ഫിർഔനെയും കൂട്ടരെയും മുക്കിക്കൊല്ലുകയും ചെയ്ത സംഭവമാണ്. അപ്പൊ വെള്ളത്തിലൂടെയാണ് അല്ലാഹു ശിക്ഷിച്ചത്.
അങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സബ അധ്യായത്തിൽ നമുക്ക് കാണാം. സബഇൽ ലഖദ് കാന ഫീ സബഇ ആയ. നിങ്ങൾക്ക് സബ ഗോത്രത്തിൽ എന്തുണ്ട്? ദൃഷ്ടാന്തമുണ്ട്. അവരെന്തായിരുന്നു? ജന്നത്തൈനി യമീനി വശിമാൽ, വലതുഭാഗത്തും ഇടതുഭാഗത്തും ഓരോ തോട്ടങ്ങളുണ്ടായിരുന്നു. ആ തോട്ടങ്ങളെ ആശ്രയിച്ചത് ഒരു അണക്കെട്ടിൽ നിന്ന് വരുന്ന പുഴയായി. വളരെ സുഭിക്ഷമായി അവർ ഭക്ഷിച്ചു. ആയത്തിന്റെ അവസാനം എത്ര വിശിഷ്ടമായ, എത്ര സുന്ദരമായ രാജ്യം, വളരെ പൊറുക്കുന്ന റബ്ബും. അവരെന്ത് ചെയ്ത? റബ്ബിന് ഒന്ന് നന്ദി കാണിച്ചാൽ മതിയായിരുന്നു. സുഭിക്ഷമായി ആഹാരം ലഭിച്ചിരുന്ന, അതിന്റെ സ്രോതസ് എന്തായിരുന്നു? ആ അണക്കെട്ടിനെ ആശ്രയിച്ചു വരുന്ന അരുവിയും സമ്പുഷ്ടമായ ഫലഭൂഷ്ടമായ മണ്ണും കർഷകർക്ക് വല്ലാത്ത ആനന്ദം നൽകുന്നതാണ്. പക്ഷെ അവർ നന്ദികേട് കാണിച്ചു, റബ്ബിനെ അവർ വിസ്മരിച്ചു. അണക്കെട്ടിൽ പൊട്ടിയിട്ട് അള്ളാഹു അയച്ചതാണ്. എന്നിട്ട് അള്ളാഹു പകരം നൽകിയത് തിന്നാൻ പറ്റാത്ത കയ്പുള്ള ചെടികളും മുൾച്ചെടികളും ഇലന്ത മരങ്ങളും ഒക്കെ പിന്നീട് നൽകിയിട്ടുണ്ടായി. ഇങ്ങനെ നന്ദി കെട്ടവർക്കല്ലാതെ ഇങ്ങനെ നാം പ്രതിഫലം നൽകുകയില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരന്മാരെ, ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വിവേകപൂർണമായി നമ്മൾ ഇടപെട്ട് നമ്മുടെ ജീവിതം ധന്യമാക്കണം. എവിടെയാണ് പിശക് സംഭവിക്കുന്നത്? നമ്മുടെ ഇബാദത്തിൽ അബദ്ധം വന്നു പോകുന്നുണ്ടോ? അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധനയിൽ വല്ല അപാകതയും വന്നു പോകുന്നുണ്ടോ? അതുപോലെ നാം ദൈനംദിനം നിർവഹിക്കേണ്ട ഇബാദത്തുകൾ യഥാർത്ഥത്തിൽ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സഹജീവികളോട് കാരുണ്യപൂർവ്വം വർത്തിക്കുന്നുണ്ടോ? അത് വലിയൊരു ഘടകമാണ്. ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ജോലിയില്ലാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയേണ്ട ധാരാളം സുഹൃത്തുക്കളുണ്ട്. പ്രയാസം അനുഭവിക്കുന്ന രോഗികളായ ആളുകൾ, അവരിലേക്ക് നമ്മൾ കണ്ണോടിക്കണം. അതേപോലെ വെള്ളപ്പൊക്കവും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരെ പരമാവധി എന്തൊക്കെ സഹായം, അതൊക്കെ നമ്മുടെ ഈമാന്റെ ഭാഗമാണ്. അതിനൊക്കെ നമ്മൾ ഇടപഴകണം. സാധിക്കുന്ന സഹായം ചെയ്തു കൊടുക്കുക, അല്ലാത്തത് സഹായം എത്തിക്കാൻ പറ്റിയ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ അതിന്റെ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് നമുക്ക് നൽകപ്പെട്ട ഈ ചെറിയ നിസ്സാരമായ ക്ഷണികമായ ജീവിതം ധന്യമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പ്രധാന കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ഖത്തീബ് ശ്രദ്ധയിൽപ്പെടുത്തിയ മദ്രസാധ്യാപകർക്കുള്ള സഹായ നിധി, അതിന്റെ പള്ളിയിൽ നിന്നുള്ള കളക്ഷൻ ഇന്നാണ്. QR കോഡ് കൊടുത്തുണ്ട്, ബക്കറ്റുമുണ്ട്, സൗകര്യപ്രദമായി ഉപയോഗപ്പെടുത്താം. 14 വീടുകളാണ് ഇപ്പോൾ നൽകി കഴിഞ്ഞത്. അത് പത്രങ്ങളൊന്നും കാണില്ല കേട്ടോ. അത് അവിടെ ആ മദ്രസാധ്യാപകന്മാരുടെ വീട് സന്ദർശിച്ച് യോഗ്യരാണെന്ന് മനസ്സിലാക്കി സ്വകാര്യമായി ചെയ്തു കൊടുക്കുന്ന സംരംഭമാണ്. രോഗികളായവർക്ക് ഓപ്പറേഷൻ പോലെയുള്ള ഹോസ്പിറ്റൽ ചികിത്സകളൊക്കെ സഹായിക്കുന്നുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം, അതുപോലെ മദ്രസാധ്യാപനം നടത്താൻ കഴിയാതെ വാർദ്ധക്യ സഹജമായി പ്രയാസം അനുഭവിക്കുന്ന പെൻഷൻ, ഇങ്ങനെ ബൃഹത്തായ പദ്ധതികളാണ്. 20 കോടികളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഓരോ പാർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും. അതിൽ നമ്മൾ ബോധപൂർവമുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ് അവര്. മറ്റ് ജോലികളിൽ പോകാതെ നമ്മുടെ മക്കൾക്ക് മതം പഠിപ്പിക്കുന്നവരെ നമ്മളാണ് ഏറ്റെടുക്കേണ്ടത്. അള്ളാഹു എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ജീവിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം ഇന്നലെ മരണപ്പെട്ട ഇഗറിലെ മുണ്ടക്കൽ ഇബ്രാഹിം മാഷ് നമ്മുടെ സമീപ പ്രദേശത്തൊക്കെ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന നമ്മുടെ ഒരു ഭാരവാഹിയുടെ പിതാവ് കൂടെയാണ്. അള്ളാഹു വേണ്ടി അദ്ദേഹത്തിന് ഖബർ വിശാലമാക്കണം. റബ്ബേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയ ചെറുതുകളുമായ പാകപ്പിഴവുകളിൽ മഹത്തായ കൃപയാൽ, കാരുണ്യത്താൽ, ഔദാര്യത്താൽ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണം റബ്ബേ. കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്ന റബ്ബേ. വാർദ്ധക്യ സഹജമായ പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരന്മാർ എല്ലാവർക്കും റാഹത്തും ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യുന്ന റബ്ബേ. നാളെ പരലോകത്ത് സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടുന്ന തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്ന റബ്ബേ. വളർന്നു വരുന്ന ഞങ്ങളുടെ മക്കൾ, അവർ ഞങ്ങൾക്ക് ദുനിയാവിൽ നാളെ പരലോകത്തും
കൺകുളിർമയും അഭിമാനവുമുള്ളവരാക്കി നീ മാറ്റണം റബ്ബേ. ഞങ്ങളുടെ മഴീശത്തിലും ഞങ്ങളുടെ റിസ്കിലും നീ ബർക്കത്തും ഖൈറും പ്രദാനം ചെയ്യുന്ന റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.